രഹസ്യമായിട്ട് എന്തിനാ അവളാ കുഞ്ഞിനെ കളഞ്ഞത്? കണ്ടുപിടിക്കണം. ഞാൻ ചോദിച്ചത് കിട്ടിയോ? മാഡം, നിങ്ങൾ സംശയിച്ചതുപോലെ മേഘന എന്ന സ്ത്രീ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അവർ അബോർഷനും നടത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഈ പേപ്പേഴ്സിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ശരി, ആകാശ് പറഞ്ഞതപ്പോ ശരിയായിരുന്നു. മാഡം, ആക്ച്വലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ പുറത്താരെയും അറിയിക്കാറില്ല. റിപ്പോർട്ട്സ് ഒന്നും മറ്റാരെയും കാണിക്കാൻ പാടില്ല. ആരെങ്കിലും ഇതറിഞ്ഞാ എന്റെ ജോലി വരെ പോകും. നിനക്ക് പറഞ്ഞ കാശ് ഞാൻ തരാം. ഒന്ന് അടങ്ങി നിക്ക്. പിടിക്ക്. നീ എനിക്ക് ആവശ്യമുള്ള ഫയല് തന്നപ്പോ നിനക്ക് ആവശ്യമുള്ള പണം ഞാനും അങ്ങോട്ട് തന്നു. ഈ കാര്യം നീ ഇതോടെ മറന്നു കളഞ്ഞേക്കണം. പറഞ്ഞത് കേട്ടല്ലോ? ആയിക്കോട്ടെ മാഡം. എടി മേഘനെ, നീ എന്റെ കയ്യിൽ അടപടലം കുടുങ്ങി. ഇത് മതി എനിക്ക് നന്ദൻ വീടിന്റെ കൂരയ്ക്ക് തീ വയ്ക്കാൻ. ഇത് ചെറിയൊരു തീപ്പെട്ടിക്കൊള്ളിയാ, പക്ഷെ ഇത് വീട് മൊത്തം ആളി കത്തിക്കും. മേഘനയുടെ നാടകങ്ങൾക്ക് തിരശീല വീഴാൻ പോവാ. മേഘനെ, നിന്റെ വെള്ള പൂശിയ മുഖം ഞാനെന്ന് കരിയോയിലോണ്ട് കഴുകും. ബി റെഡി ബേബി. വീട്ടിലൊരു കുഞ്ഞിക്കാല് വന്നാലേ അതിന്റെ ഒരു ഐശ്വര്യം വേറെ തന്നെയാ. എത്രയും പെട്ടെന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കുഞ്ഞിക്കാലുകൾ ഈ വീട്ടിൽ ഓടി നടക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നേ. ഇതാ കാപ്പി, രണ്ടുപേരും എടുത്തോളൂ. താങ്ക് യു. പിന്നെ മേഘനെ, ഇവിടെ എല്ലാവരും കാത്തിരുന്ന് മടുത്തുട്ടോ നിങ്ങളുടെ കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടിട്ടേ. ഇവരിവിടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം ഭംഗിയായി നടക്കാനേ ഞങ്ങളും പ്രാർത്ഥിക്കാം. ഒന്നും മിണ്ടാതിരിക്കും ബാലു. എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട്. ഓർഡർ കൊടുത്തതും കിട്ടാൻ ഇത് ഫാസ്റ്റ് ഫുഡ് അല്ല. 9 മാസം കഴിയണം. എടാ ജയദേവാ, മരുമോള് ഗർഭിണിയായതും കൃഷ്ണന്റെ അമ്പലത്തിലെ വെള്ളിത്തൊട്ടിൽ കൊടുക്കാന്ന് ഞാൻ നേർച്ച നേർന്നിരുന്നു. അതിന് നല്ലൊരു മുഹൂർത്തം കുറിപ്പിക്കണം. തിരുമേനി ഒന്ന് വിളിപ്പിക്കുക കേട്ടോ. എന്റെ അച്ഛമ്മേ, അതൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാം. നല്ലൊരു മുഹൂർത്തം കണ്ടെത്തി നമുക്കത് അടിച്ചു പൊളിച്ചേക്കാം. നീ കൊള്ളാലോ, കുഞ്ഞിതുവരെ ജനിച്ചിട്ടില്ല, അപ്പോഴേക്കും അച്ഛന്റെ ഉത്തരവാദിത്തം കണ്ടില്ലേ? വാവ്, സൂപ്പർബ് 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 സൂപ്പർബ്. നിങ്ങളുടെ എല്ലാവരും ഒരുക്കങ്ങൾ കാണുമ്പോ നല്ല രസമുണ്ട്. നിങ്ങളുടെയൊക്കെ ആകാംക്ഷ കാണുമ്പോ നൂലില്ലാതെ കാറ്റിൽ പട്ടം പരത്തുന്നത് പോലെ വിത്ത് പാകാതെ തന്നെ മുള വരാൻ കാത്തിരിക്കുന്ന വിഡ്ഢികളെ പോലെ തോന്നുന്നു. നീ എന്തൊക്കെയാ പറയുന്ന മഞ്ജരി? മരുമോള് ഗർഭിണിയാവുമ്പോ വെള്ളിത്തൊട്ടില് കെട്ടി ആഘോഷിക്കാനിരിക്കുക അല്ലേ? അതിനാ മരുമോളുടെ ഗർഭപാത്രത്തില് ജീവന്റെ തുടിപ്പുണ്ടായിട്ട് വേണ്ടേ? മഞ്ജരി, എന്ത് വിവരക്കേടാ നീ പറയുന്നേ? വിവരം കെട്ട രീതിയിൽ പെരുമാറുന്നത് നിങ്ങളൊക്കെയാ. ഇല്ലാത്ത ഗർഭത്തിന്റെ പേരില നിങ്ങളൊക്കെ ആനന്ദിക്കുന്നേ. ഒരിക്കലും ജനിക്കാത്ത കുഞ്ഞിനെ വെള്ളിത്തൊട്ടിൽ കെട്ടുന്നേ. മഞ്ജരി, പറയാനുള്ള എന്താ നേരിട്ട് പറ. പറയാം, നേരെ കാര്യത്തിലേക്ക് കിടക്കാം. കേട്ടോ, കൃത്യം 4 ദിവസങ്ങൾക്ക് മുൻപ് മേഘന അവളുടെ ഗർഭം കലക്കി കളഞ്ഞു.
അതിവിടെ ഉള്ളവരാരും അറിഞ്ഞിട്ട് പോലും ഇല്ലെന്നുള്ളതാണ് കഷ്ടം. നീ എന്തൊക്കെയാ പറഞ്ഞു വരുന്ന മഞ്ജരി? മേഘന എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ചുമ്മാ പറഞ്ഞാൽ ഇതൊന്നും തെളിയില്ല എന്നുള്ളത് എനിക്കറിയാം. ഈ കടലാസിലുള്ള വാക്കുകളോട് ചോദിക്കും, സത്യമല്ലേ അതെന്ന് നോക്ക്. ഇപ്പൊ എന്ത് പറയുന്ന മിഥുൻ? നീ എന്താ വടി വിഴുങ്ങിയതുപോലെ നിൽക്കുന്നേ? കഷ്ടം. ചത്ത കുഞ്ഞിന്റെ ജനനം ആഘോഷിക്കാൻ കാത്തിരിക്കുകയാണോ എല്ലാവരും? നന്ദൻ ഫാമിലിയുടെ അനന്തരാവകാശിയായിരുന്നു അതെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അതിന് മേഘന പ്രഗ്നന്റ് ആയിട്ടില്ലല്ലോ, പിന്നെങ്ങനെ അബോർട്ട് ചെയ്തതായിട്ട് റിപ്പോർട്ട് വരുന്നത്? എന്താ മേഘന ഇതൊക്കെ? മിഥുൻ, നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവാണല്ലോ എന്നറിഞ്ഞ് ഞങ്ങളൊന്ന് വിഷയാലോ എന്ന് കരുതിയിട്ട് വന്നതാ. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കും സാഹചര്യങ്ങളാകെ മാറി മറിഞ്ഞു. നിന്നെ ഓർത്ത് എനിക്ക് നല്ല സങ്കടമുണ്ട്. ഞങ്ങളെന്നാ അങ്ങോട്ട് ഇറങ്ങുക. പറയും മേഘനെ, ഇതെല്ലാം സത്യം തന്നെയാണോ? നീ ഇങ്ങനെ തല കുനിച്ചു നിന്ന എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരവാവില്ല മേഘനെ. മര്യാദക്ക് എന്റെ മുഖത്ത് നോക്കി ഉത്തരം പറ. നീ തെറ്റ് ചെയ്തവർക്ക് തല പൊക്കാനാകുമോ മിഥുൻ? സ്വന്തം കുഞ്ഞിനെ അവള് തന്നെ കൊന്നു കളഞ്ഞിട്ട് ഇപ്പോഴും ഗർഭിണിയാണെന്ന വ്യാജേന നിങ്ങളെ എല്ലാവരെയും അവള് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് അവളോട് ചോദിക്കും മിഥുൻ. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും എല്ലാവരും അതിന്റെ വാലെ പിടിച്ച് തൂങ്ങിക്കോളും. അല്ലെങ്കിൽ തന്നെ എന്തുത്തരം എനിക്ക് പറയാനുള്ളത്? മേഘനെ, നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നോണ്ട് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് വിചാരിച്ചോ? നീ നേരിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് ചെന്ന സകല കാര്യങ്ങളും എന്റെ കൈ കിട്ടും. മിഥുനേട്ടൻ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയാ സഞ്ജനയുടെ കാര്യവും മിഥുനേട്ടൻ അറിയും. പിന്നെ അവളെ എല്ലാരും കൂടി ഇവിടെ ഇട്ട് വട്ട് തട്ടും. പാവം കുട്ടി, അവളുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാവും. മേഘന ഒരിക്കലും നുണ പറയില്ല. എന്നിട്ടും എന്താ മേഘന മഞ്ജരിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാത്തത്? എന്തായിരിക്കും അവളുടെ മനസ്സിൽ? ചോദിച്ചത് കേട്ടില്ലേ മേഘനെ? നീ അബോർഷൻ ചെയ്തു എന്നുള്ളത് ശരിയാണോ? സത്യം പറ മേഘനെ.
ശരിയാണ്. എല്ലാം സത്യമാണ് മിഥുനേട്ടാ. എന്റെ ഗർഭം ഞാൻ അബോർട്ട് ചെയ്ത് കളഞ്ഞു. എന്തിനു വേണ്ടിയാ നീ അങ്ങനെ ചെയ്തത് മേഘന? നിന്റെ വയറ്റിൽ ജീവനായി തുടിച്ചോണ്ടിരുന്ന നമ്മുടെ കുഞ്ഞിനെ എങ്ങനെ നിനക്ക് കൊല്ലാൻ തോന്നി? എന്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നു എന്നറിഞ്ഞതും മിഥുനേട്ടൻ എന്നോടുള്ള സ്നേഹവും കരുതലും കൂടി. മിഥുനേട്ടന്റെ പ്രതിരൂപം ഉടനെ ഈ ലോകത്തെത്തുന്നറിഞ്ഞപ്പോ ആ കുഞ്ഞിനോട് എല്ലാവരും അളവില്ലാത്ത സ്നേഹം കാണിച്ചു. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോ മഞ്ജരി നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ തുടങ്ങിയ അവിടെ തീരും ആ സ്നേഹവും കരുതലും എല്ലാം. പിന്നെ നിങ്ങൾ പുതിയൊരു വ്യക്തിയായി മാറും. സാഹചര്യത്തിനൊത്തു മാറുന്ന നിങ്ങളെപ്പോലെ ഒരാളുടെ കുഞ്ഞിനെ ഞാൻ എന്തിനു ചുമക്കണം? ഏതോ ഒരു പ്രജ എന്തോ പറഞ്ഞതിന്റെ പേരില നിറമാസ ഗർഭിണിയായിരുന്ന സീതാദേവിയെ സാക്ഷാൽ ശ്രീരാമൻ കാട്ടിൽ ഉപേക്ഷിച്ചത്. നാളെ നിങ്ങളും അതുപോലെ ഈ മഞ്ജരിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് എന്നെയും പെരുവഴിയിലേക്ക് ഇറക്കി വിടില്ലെന്ന് ആരറിഞ്ഞു? പിന്നെ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഒരു അച്ഛനില്ലാത്ത കുഞ്ഞായിട്ട് വളരേണ്ടി വരും. ഇത് തന്നെയല്ലേ എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നിങ്ങൾ കൊടുക്കാനിരുന്ന ബഹുമതികൾ? അപ്പോ മേഘന ശരിക്കും ഗർഭിണിയായിരുന്നു? അവൾ അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ മനഃപൂർവ്വം കൊന്നതാണോ? അതോ മേഘനയുടെ ഈ വാക്കുകൾക്ക് പുറകിലും മറ്റെന്തെങ്കിലും ഗൂഢമായ അർത്ഥം ഉണ്ടായിരിക്കൂ? എനിക്കൊന്നും പിടികിട്ടുന്നില്ലല്ലോ. നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഭാവിയിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ മാറി മറിയുമെന്നറിയാതെ നീ നമ്മുടെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു അല്ലേ? എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. തൽക്കാലം എന്റെ കഴുത്തിൽ നിങ്ങൾ കെട്ടിത്തന്ന താലി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ സ്ഥാനത്തെങ്കിലും എനിക്ക് നിൽക്കാൻ കഴിയും. പിന്നീട് മിഥുനേട്ടാ, നാളെ എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കും. പിന്നീട് ഈ വീടിന്റെ 7 അയലത്ത് വരരുതെന്ന് നിങ്ങൾ എല്ലാരും കൂടി ആജ്ഞാപിക്കും. അപ്പൊ എന്റെ കുഞ്ഞിന്റെ ഗതി എന്തായിരിക്കും? നാളെ എന്റെ കുഞ്ഞ് വളർന്നു വലുതാവുമ്പോ അച്ഛൻ എവിടെയെന്ന് ചോദിച്ച എന്ത് ഉത്തരം ഞാനതിന് കൊടുക്കേണ്ടത്? അച്ഛൻ എന്തിനെന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ച എന്ത് മറുപടി പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കും? നിന്റെ അച്ഛന് മറ്റൊരു പ്രണയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് പറയണോ? സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി എന്നെ കല്യാണം കഴിച്ചിട്ട് കാര്യം കഴിഞ്ഞപ്പോ എന്നെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു എന്ന് പറയണം? ആ കുഞ്ഞിന്റെ മനസ്സിൽ ഇത്രയേറെ വിഷവിത്തുകൾ പാകി വളർത്തുന്നതിനേക്കാൾ ആ കുഞ്ഞ് ഈ ഭൂലോകത്ത് ജനിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അതിനെ കൊന്നുകളഞ്ഞു.